ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗാണ് കേട്ടോ. ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണേൽ പറയാം. ഇപ്പം ഏകദേശം ഉച്ചയാകാറായി. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുക, കാർ സർവീസിന് കൊടുക്കണം, അങ്ങനെ ഒന്ന് രണ്ട് പരിപാടികളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു കുട്ടി വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നന്നു ആൻഡ് മീ. അപ്പം നമ്മളിപ്പോൾ ആദ്യം കാർ സർവീസിന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ കാർ സർവീസിന് കൊടുത്തിട്ട് നമ്മൾ അവിടെ വിച്ചു ഷർമി നമ്മളെ പിക്ക് ചെയ്യാൻ വരും. അങ്ങനെ നമ്മളവിടെ സർവീസിന് കൊടുക്കുന്ന അവിടെ എത്തി. പിന്നെ കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളവിടെ കാറ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വിച്ചു നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വിച്ചുവിനെയും ശർമ്മേൻ്റെയും വീട്ടിലോട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേ അവിടെ ടേബിൾ ഫുട്ബോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതൊക്കെ ഒന്ന് കളിച്ചിരുന്നു. നന്നു സിത്താര ആ ടൈമിൽ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇഷ്യൂ ഇല്ലായിരുന്നു. ഇഷ്യൂ സ്കൂളിൽ പോയേക്കുമായിരുന്നു. പിന്നെ നമ്മൾ യശുവിനെ പോയി സ്കൂളിൽ പോയി പിക്ക് ചെയ്തിട്ട് ആ വഴി ലഞ്ച് കഴിക്കാൻ പോകാനാണ് പ്ലാൻ. ഈ കാണുന്നത് യശുവിൻ്റെ ഫോട്ടോസാട്ടോ. യശുവിൻ്റെ കുഞ്ഞിലേ മുതലുള്ള ഫോട്ടോസാട്ടോ ഇതെല്ലാം. അങ്ങനെ നമ്മൾ യശുവിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തു. ഇനി നമ്മൾ തള്ളുവണ്ടി എന്ന് പറയുന്നൊരു തമിഴ് റെസ്റ്റോറൻറ്റിലാട്ടോ ലഞ്ച് കഴിക്കാൻ പോകുന്നത്. സ്കൂൾ വിട്ട് ടൈം ആയതുകൊണ്ട് വഴിയിൽ നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ നമ്മൾ തള്ളുവണ്ടി റെസ്റ്റോറൻറ്റിലെത്തി. അവരെല്ലാവരും ബിരിയാണി ഓർഡർ ചെയ്തു. ഞാൻ ഫിഷ് കറി മീൽസാണ് ഓർഡർ ചെയ്തത്. ഒരു തമിഴ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ ഇതുവരെ മീൽസ് കഴിച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫിഷ് കറി മീൽസ് ഓർഡർ ആക്കിയത്. അങ്ങനെ അവരുടെ മീൽസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരുടെ ഫിഷ് കറിയും എനിക്ക് മറ്റുള്ള കറികളും ഒക്കെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. പിന്നെ നമ്മളൊരു 1-2 സ്ഥലത്തും കൂടെ നമ്മൾ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ദുബായിൽ ലവ് ലേക്ക് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട് കേട്ടോ. നമ്മളെല്ലാ വിൻ്റർ സീസണിലും ഒരു വട്ടം ജസ്റ്റ് ലവ് ലേക്കിൽ പോകാറുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ ലവ് ലേക്കിൻ്റെ അടുത്തൊരു സ്ഥലത്ത് വരെ നമ്മൾ ജസ്റ്റ് വന്നായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ലവ് ലേക്കിലൊന്ന് പോയാലോ എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ പോയി. പക്ഷെ നമ്മൾ ലവിലേക്ക് എത്തിയപ്പോഴത്തേക്ക് നല്ല ഇരുട്ടായിരുന്നു. അതുകൊണ്ട് നമുക്കങ്ങനെ വീഡിയോസ് എടുക്കാനോ നമുക്ക് അവിടെ ഒന്നും കാണാനോ ഒന്നും അങ്ങനെ വ്യക്തമായിട്ട് പറ്റിയില്ല. ലവ് ലേക്കിലേക്ക് കയറുന്ന വഴിയിൽ നമ്മൾ കാറിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു മാൻ ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ ജസ്റ്റ് അവിടെ വരെ വന്നതല്ലേ എന്ന് ഓർത്ത് നമ്മൾ ജസ്റ്റ് ഉള്ളിലൊന്ന് കയറി ഒന്ന് ജസ്റ്റ് നടന്നിട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ. അങ്ങനെ അധികം വീഡിയോസോ കാര്യങ്ങളോ അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഈവനിങ് ടൈമിൽ ലവ് ലേക്കിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല വെട്ടമൊക്കെ ഉള്ള ടൈമിൽ. അപ്പോൾ അന്ന് ഞാൻ അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നും അടുത്ത വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇതാണ് ഉള്ളിലോട്ട് കയറുന്ന എൻട്രൻസ്. അപ്പോൾ ഇവിടെ വരെ അത്യാവശ്യം നല്ല വെട്ടമൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു കഴിയുമ്പോഴത്തേക്കും ഒട്ടും വെട്ടമില്ല, നല്ല ഇരുട്ടാണ്. പക്ഷേ അവിടെ നല്ല ഭംഗിയാണ് കാണാൻ. ചെറിയ ആർട്ടിഫിഷ്യലായിട്ട് ഒരു ലേക്കും ഒക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്ന ഒരു ലവിൻ്റെ ഷേപ്പിൽ. അപ്പം കുറേ നല്ല രസമാണ് കാണാൻ. അപ്പം അത് ഞാൻ ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിടാം കേട്ടോ. വിൻ്ററൊക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കുറേ പേരൊക്കെ ക്യാമ്പിങ്ങിനായിട്ട് സൈഡിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ടൊക്കെ നല്ല ഇരുട്ടായതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ലായിരുന്നു, ഒന്നും കാണാനും മേലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം അങ്ങനെ എടുത്തില്ല വീഡിയോസൊന്നും. പിന്നെ നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ കണ്ട കഫേയിൽ നമ്മൾ തിരിച്ചു വന്നിരുന്നു. അവിടെ കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഒരു കോഫിയും ഒരു ഐസ്ക്രീമും ഒക്കെ കഴിച്ചിട്ട് നമ്മളങ്ങ് പോയി.
ദേ അങ്ങനെ തിരിച്ചിറങ്ങിയപ്പോഴും നമ്മൾ 2-3 മാനിനെ കണ്ടു കേട്ടോ. നമുക്ക് ഇരട്ടത്ത് കാണാമെന്ന് തോന്നുന്നു. ഒരു കണ്ണ് കണ്ടോ ലൈറ്റ് പോലെ കത്തി നിൽക്കുന്നത്. അപ്പോൾ സർവീസിന് കൊടുത്ത വണ്ടി നാളെ കിട്ടുള്ളൂ. അപ്പോൾ വിച്ചു ശർമ്മയും നമ്മളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ പോയി. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ലവ് ലേക്കിലെ വിശേഷങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ പ്ലാൻ ഫ്ലോപ്പായിപ്പോയി. പിന്നെ എടുത്ത വീഡിയോസ് എല്ലാം ജസ്റ്റ് ഒരു കുട്ടി വ്ലോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ച് ചെയ്തൊരു വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ ഓക്കെ, ബൈ.